ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. ഞാൻ വേദുട്ടനാണ് ഫസ്റ്റ് എണീറ്റ്. അപ്പോൾ ബേബിക്കുട്ടി നല്ല ഉറക്കമാണ്. ഹായ് വേറെ വേദുവോ? അതിന് ചെറിയ കുട്ടികൾ വേഗം എണീക്കുമല്ലോ. ഉക്കൂളി പോണം പയ്യോ. ഏത് വെളുത്തുള്ളി ഉണ്ട് കയ്യിൽ. ചേച്ചിയുടെയും അനിയൻ്റെയും സ്നേഹപ്രകടനം. അവൻ ഫസ്റ്റ് എണീറ്റ് അങ്ങനെ തന്നെയാ കേട്ടോ. വേദുവിൻ്റെ കയ്യിലെന്താ നോട്ടെ? വെളുത്തുള്ളിയാ? എന്തിനാ? ഇന്ന് ഹിന്ദി അല്ലേ? ഇവർക്ക് എല്ലാ ദിവസവും ഓരോന്ന് എക്സാമൊക്കെ ഉണ്ടാക്കി. ഹിന്ദി പഠിച്ചോളൂ കേട്ടോ. ഒരു ഉമ്മ കൊടുക്ക ചേച്ചിക്ക്. ഗുഡ്. ഒരു ഹായ് പറയടാ. ഹായ് വേദു. ഹായ് ബയ്യു. ഹായ് ഹൈ ഹായ്. ഷുഡ്ര കുട്ടപ്പൻ. വേദുവിനെ തീരെ വയ്യായിരുന്നു. ഇന്നലെ ഡോക്ടറെ കാട്ടി. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇനി മരുന്ന് കൊടുക്കണം. അതിനൊരു അംഗമാണ് അല്ലേ? ഡോക്ടറുടെ റൂമിൽ കയറി എങ്ങനെയാ വേദു എന്താ ചെയ്യാ? ഡോക്ടറുടെ റൂമിൽ കയറിയ ഡോക്ടർ മാമയുടെ റൂമിൽ കയറി എന്താ ചെയ്യാ? അതെ ആന്ന്. എങ്ങനെ? അങ്ങനെ അറിയൂ. അമ്മ ഡോക്ടറുടെ റൂമിൽ കയറി എങ്ങനെ കരയൂല്ലേ? എപ്പോഴും തന്നെയാണ് ഡോക്ടർ. ഡോക്ടർ വേദു നോക്ക്, ഫോണിലേക്ക് നോക്ക്. എങ്ങനെയാ ഡോക്ടറുടെ റൂമിൽ കയറിയ കരയ? എങ്ങനെയാ കരയ? അപ്പോൾ എണീറ്റു. ഇനി പല്ല് തേക്കുക, മേലെ എഴുകുക, മുടി കെട്ടുക, ഓരോ പടി. എന്നും ഇങ്ങനെ തന്നെ. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴക്കാറുണ്ട് വേണോ വേദുവാ? ഇരുട്ടുത്തിയ മഴ കേട്ടോ ഇപ്പോൾ ഒക്കെ. ഇവിടെ പാലക്കാട് ജില്ലയിൽ പൊതുവേ മഴ കുറവാണ്, എന്നാലും ഉണ്ട്, ഇപ്പം ഉണ്ട്. അപ്പം എന്നാൽ ഞാൻ സ്നാക്സൊക്കെ ആക്കട്ടെ കേട്ടോ. അന്ന് എന്താ സ്നാക്സിന്? ആ കേക്ക് മതിയോ? എന്താ നോക്ക് ഞാൻ പറയണത് എന്താന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് വെക്കുക. വേദ ചേച്ചീനെ എട്ടിപ്പിടിക്കോ? മാറിക്ക. അപ്പോൾ പല്ലേശ്വരി വരൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്നാക്സ് എന്ന് പറയണത് ഒരു കേക്ക് പിന്നെ ഒരു ബിസ്ക്കറ്റും വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താ പൊട്ടിച്ചിട്ടില്ല. എന്താ ഈ ഒരു ബിസ്ക്കറ്റ്, അതാണ് ഇന്നത്തെ സ്നാക്സ്. ബസ്സിലിരുന്ന് കഴിക്കാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അവള്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്നാക്സ് കേട്ടോ. ഒരു കേക്കും ഒരു ബിസ്ക്കറ്റ്, ഒരു നട്ട്സൊക്കെ ഉള്ള ബിസ്ക്കറ്റ്. ഓക്കെ, ഇതാണ് രാവിലത്തെ ഭയങ്കര മഴക്കാറാട്ടോ. ഓ അതാ തരണോ? ഞായ വേണം പറയാ. നല്ല രസമുണ്ടല്ലേ രാവിലെ ആയ. നല്ല കാറ്റ്. വേദു ബോബു. യൂണിഫോം ഇതാണ് കേട്ടോ, വൈറ്റ്. ഇന്ന് തേഴ്സ്ഡേ വൈറ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് അവൾക്ക് ബിരിയാണി ചോറ് എന്നാണ് പറഞ്ഞത്. ബിരിയാണി ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചരി കൊണ്ട് തട്ടിക്കൂട്ട് കേട്ടോ. പച്ചരി റേഷനരി കൊണ്ട് ഉള്ളൊരു ബിരിയാണി ചോറ്. ചായ ഹായ് പറയൂ. ഉമ്പച്ചം വന്നു.
ലഞ്ച് ബേബിക്കുട്ടിക്ക് സാലഡ്, അതുപോലെ തന്നെ റേഷനരി കൊണ്ടുള്ള ബിരിയാണി ചോറ്. കുറച്ചേ കൊണ്ടുള്ളൂ കേട്ടോ. സാലഡ് ഇത് ചൂടാറിയിട്ട് അടച്ചു വെക്കുള്ളൂ കേട്ടോ. പിന്നെ സ്നാക്സ് ഞങ്ങൾ കണ്ടല്ലോ, ഒരു കേക്കും ബിസ്ക്കറ്റും, പിന്നെ ഇതാ വെള്ളം. ഇതാ ആൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വൈറ്റ് യൂണിഫോം ഇതാണ് കേട്ടോ. ഇതാണ് ഇവരുടെ തേഴ്സ്ഡേയുടെ യൂണിഫോം. വൈറ്റ് വേഗം ചളിയാവും. അതാ തന്നെ എൻ്റെ വൈറ്റ് ഇതാ അല്ലേ. വൈറ്റ് റിബൺ വേണം, വൈറ്റ് ബണ്ണ് വേണം തേഴ്സ്ഡേ. അപ്പം എന്നാ ഇനി എന്താ വേണ്ടത്? ചായ വേണ്ടേ? ഓക്കെ, അപ്പോൾ ചായ തരാം കേട്ടോ. ആദ്യം ഉണ്ടാക്കിയ ദോശ പൊട്ടിപ്പോയി കേട്ടോ. അപ്പം നമുക്ക് വേറൊരു ദോശ ഉണ്ടാക്കാം. ബേബിക്ക് കൊടുക്കുമ്പോൾ വേദൂനി കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ തുടങ്ങും കരച്ചിൽ. അപ്പോൾ രണ്ടു പേർക്കും ഓരോ ദോശയും കൂടി ഉണ്ടാക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പൊടിയും കഴിക്കണം കേട്ടോ മുഴുവൻ. സമ്പാദ്യം നമ്മൾ പൈസ സൂക്ഷിച്ചു വെക്കുന്ന സാധനമാണ്. എന്നാ ഹിന്ദി നോക്കാമോ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയുള്ള ദിവസമാണല്ലേ. ഈ അടുപ്പിച്ചിട്ട് കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു. മഴയ്ക്ക് മഴ വേണം കേട്ടോ. കാരണം ഞങ്ങളുടെ ഈ ഭാഗത്ത് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അതുപോലെ വൈകുന്നേരം ബെല്ലടിക്കുന്ന വരക്ക് മഴ ചെറുതായിട്ട് ചാറുണ്ടാവുന്നുണ്ട്. ഈ മഴയ്ക്കൊക്കെ എങ്ങനെ ആ ബെല്ലടിച്ച ഒരു കൊടും മഴ, പിന്നെ കൊടയെടുക്കണ്ടേ. കൊടും മഴയ്ക്ക് കൊടും എടുത്തു വന്നു. കൊട അല്ലേ? ഇല്ല ഇല്ല, ചെറിയ മഴയൊക്കെ ആണെങ്കിൽ ഞാൻ കൊട എടുക്കാറില്ല. എന്നാ ഹിന്ദിയോ പോപ്പോ എവിടെ? സോപ്പല്ലേ വേദുവോ? തിരുമ്പണ സോപ്പാ. കടിക്കരുത് വേദു, കടിക്കരുത്. പോപ്പ് പൊട്ടിച്ചാലേ ആള് ചീത്ത പയ്യും. ഒരു കുട്ടിച്ചാത്തൻ വരും. ആ കുട്ടിച്ചാത്തൻ വന്നിട്ട് വേദുവിനെ മണ്ണ് വയ്ക്കണ്ടേ? പോപ്പ് വേണോ? ബാഹുബലി കിട്ടണില്ലേ പറഞ്ഞു. ഓനെ പറ്റി ഏത് നോക്കി നോക്ക്. അമ്മയ്ക്ക് പറ്റി നോക്കട്ടെ അമ്മ. എങ്ങനെയാ എങ്ങനെ? ഷൊട്ട് മണിയാണേ. പിന്നെ അപ്പൊ ഇന്നത്തെ ഇത്രയുന്ന മഴയായ കാരണം അതാണ് സോപ്പ്, അവന്റെ പോപ്പ്. ഇത് തിരുമ്പുന്ന സോപ്പ്. കാണിച്ചു തരുന്നത് വേണ്ട, ഈ പറഞ്ഞാ മതി. ഞാൻ ചോദിക്കാം. മോർണിംഗിന് പ്രാത്, ട്രീ, ക്രോ, ക്രോ. പറഞ്ഞോ. ബസ് വരാറായിട്ടോ. അപ്പൊ ഞാൻ ഇനി ഇതെന്റെ പുതിയ കമ്മലാണ്. കമ്മലിന്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവര് പോയി കാണാം. ഇതെന്റെ അടുത്ത് ഒരു കമ്മല് രസമുണ്ടോ. അപ്പൊ ഇതാട്ടോ ഞാൻ സ്കൂളിൽ ഇടുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ബസ് വരാറായി. 8:20 വരും. ഇപ്പൊ
13 15 പോയി നിൽക്കണം. ഒരു 5 മിനിറ്റ് അവിടെ പോയി നിൽക്കണം. ഏത് സമയത്തും എത്താം. അപ്പോൾ ബസ് കാത്ത് നിൽക്കാൻ പോവാം. ഫ്രണ്ട്സ് അവരങ്ങോട്ട് പോയി. വേദു കരയണോണ്ട് ഞാൻ റൂമിലായിരുന്നു. കാരണം മഴ ചാറുണ്ട്. അപ്പോൾ വേദുവിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ജലദോഷം പനിയാണ്. അപ്പോൾ അവരതാ പ്രിയച്ചമ്മയുടെ വീട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് സ്കൂളിൽ പോണ ദിവസം എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ചേച്ചി പറയാട്ടോ. അവൻ സ്കൂൾ ബസ് തന്നെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കാം. വേദുവിനെ യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് വിശേഷങ്ങൾ പറയൂ. കാക്ക ആ കുട്ടിക്ക് ആകെ അറിയുന്ന വാക്കുകൾ പറയും. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഫ്രണ്ട്സ്? പറയൂ കേട്ടോ. ബേബി പറഞ്ഞിട്ട് ഫ്രണ്ട്സിനായി. ബേബി കോഴിയോളുണ്ടല്ലേ അവിടെ? അയ്യോ ആ ഫ്രണ്ട്സ് ബസ് വന്നു കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്ര നേരം ഫോം അടിച്ചു കേട്ടോ. ആ ബസ് തന്നെ നേരമായാൽ കിട്ടിയില്ല. ബേബി കുട്ടി പോയി. ബായ് ബേബി. വയ്യോ ബേബി ബായ് എന്നിട്ടാ. ചേച്ചിനി വൈകുന്നേരം വരും കേട്ടോ. വേദുവിനെ ഇനി സ്കൂളിൽ പോകണ്ടേ? ബായ് പറയൂ ഫ്രണ്ട്സിനോട്.